ആയിട്ടുള്ള ഒരെണ്ണമാണ് ഇനോമിനേറ്റ് ബോൺസ് എന്ന് പറയുന്നത്. നമ്മുടെ സ്കെലട്ടൺ ഓഫ് ലോവർ ലിംബിൽ തന്നെ അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോർഷൻ ആണ് ഇനോമിനേറ്റ് ബോൺ എന്ന് പറയുന്നത്. അപ്പം അതെന്താണെന്ന് നോക്കാം. ഇനോമിനേറ്റ് ബോൺ ഓർ ഓസ് ഇനോമിനേറ്റം ഹെൽപ്സ് ടു ഫോം ദ പെൽവിക് ഗേർഡിൽ. നമ്മുടെ പെൽവിക് ഗേർഡിൽ ഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഇനോമിനേറ്റ് ബോൺ അല്ലെങ്കിൽ ഓസ് ഇനോമിനേറ്റം നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പം ഇതിന്റെ പ്രത്യേകത നോക്കിക്കഴിഞ്ഞാൽ രണ്ട് സൈഡിലും ഓരോന്ന് സിറ്റുവേറ്റ് ചെയ്യുന്നുണ്ട്. ഇത് രണ്ടും കൂടെ ഫ്രണ്ടില് സിംഫൈസിസ് പ്യൂബിസ് എന്ന് പറയുന്ന ഭാഗത്ത് വന്ന് യുണൈറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ബോണി പെൽവിസിന്റെ പാർട്ടാണ് ഇതിലുള്ള രണ്ട് ബോൺസ്. ആദ്യം ഒരു ഇൻട്രൊഡക്ഷൻ പോലെ പറയുവാണെങ്കിൽ ഇന്നോമിനേറ്റ് ബോണിനെ തന്നെ നമ്മൾ ഓസ് ഇനോമിനേറ്റോ എന്ന് പറയാറുണ്ട്. പെൽവിക് ഗേർഡിൽ ഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹെൽപ്പ് ചെയ്യുന്നത്. രണ്ട് സൈഡിലും ഓരോന്ന് വീതം ഉണ്ട്. അത് രണ്ടും കൂടെ ഫ്രണ്ടിൽ സിംഫൈസിസ് പ്യൂബിസിലാണ് യുണൈറ്റ് ചെയ്യുന്നത്. ഇതിലുള്ള രണ്ട് ബോൺസ് ആണ് നമ്മുടെ ബോണി പെൽവിസിന്റെ പാർട്ടായിട്ടുള്ളത്. ഇനി അടുത്ത പറയുന്നത് ഈ ഇന്നോമിനേറ്റ് ബോൺ എന്ന് പറയുന്നത് ഒരു ഇറഗുലർ ഫ്ലാറ്റ് ബോണിന് എക്സാമ്പിൾ ആണ്. ഇത് ഫോം ചെയ്തിരിക്കുന്നത് മൂന്ന് ബോൺസ് നമ്മുടെ അസെറ്റാബുലത്തിൽ യൂണിയൻ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു ഇന്നോമിനേറ്റ് ബോൺ ഫോം ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇറഗുലർ ഫ്ലാറ്റ് ബോണിന് എക്സാമ്പിൾ ആണ് ഇന്നോമിനേറ്റ് ബോൺ. മൂന്ന് ബോൺസ് അസെറ്റാബുലം എന്ന് പറയുന്ന ഒരു റീജിയനിൽ യൂണിയൻ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇന്നോമിനേറ്റ് ബോൺ ഉണ്ടാവുന്നത്. അപ്പം ഇതിൽ മൂന്ന് ബോൺ ഫ്യൂസ് ചെയ്തിട്ടുള്ള ഒരു സ്ട്രക്ചർ ആണ് ഇന്നോമിനേറ്റ് ബോൺ എന്ന് പറയുന്നത്. ഇനി അത് ഏതൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ബോൺസിൽ മൂന്ന് ബോൺസ് ഉണ്ടെന്ന് പറഞ്ഞു. അതിൽ ഏറ്റവും അപ്പർ മോസ്റ്റ് ആയിട്ടാണ് നമ്മുടെ ഇലിയം കാണപ്പെടുന്നത്. ഫ്രണ്ട് പോർഷനിലാണ് നമ്മുടെ പ്യൂബിസ് കാണപ്പെടുന്നത്. പോസ്റ്റീരിയർ ആയിട്ട് ബാക്ക് സൈഡിലാണ് ഇഷ്യ കാണപ്പെടുന്നത്. ഇങ്ങനെയാണ് ആ മൂന്ന് ബോൺസിന്റെ ആ ഒരു പൊസിഷൻ എന്ന് പറയുന്നത്. ഏറ്റവും അപ്പർ മോസ്റ്റ് ആയിട്ട് ഇലിയം, ഫ്രണ്ട് പോർഷനിൽ പ്യൂബിസ് ആൻഡ് ബാക്ക് പോർഷനിൽ ഇഷ്യം. ഇനി നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഇതിൽ ഫസ്റ്റ് നമുക്കുള്ളത് ഇലിയമാണ്. ഇലിയത്തിന്റെ കാര്യത്തിൽ അതിന്റെ സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞാൽ പ്രധാനമായിട്ടും നമുക്ക് രണ്ട് സർഫസ് ആണ് ഉള്ളത്. രണ്ട് സർഫസ് ഉണ്ട്, അതുപോലെ തന്നെ ഒരു ക്രസ്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ സേക്രത്തിന്റെ ആർട്ടിക്കുലേഷന് വേണ്ടിയിട്ട് ഒരു സർഫസ് കൂടി ഉണ്ട്. സേക്രം എന്ന് പറയുന്നത് നമ്മുടെ വെർട്ടിബ്രേ ആണ്. ആ സേക്രം നമ്മൾ ഓൾറെഡി അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇലിയോ സേക്രോ ആയിട്ട് ഒരു ആർട്ടിക്കുലേഷൻ വരുന്നുണ്ടെന്ന്. അപ്പൊ സേക്രത്തിന്റെ ആർട്ടിക്കുലേഷന് വേണ്ടിയിട്ടുള്ള ഒരു സർഫസും ഒരു ക്രസ്റ്റും അത് കൂടാതെ രണ്ട് സർഫസ് കൂടിയാണ് ഇലിയത്തിന് ഉള്ളത്. ഇലിയത്തിന്റെ കാര്യത്തിൽ നമുക്ക് രണ്ട് സർഫസ് ഉണ്ട്, ഒരു ക്രസ്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ സേക്രത്തിന്റെ അറ്റാച്ച്മെന്റിന് വേണ്ടിയിട്ടുള്ള ഒരു ആർട്ടിക്കുലേറ്റിംഗ് സർഫസും കൂടി ഉണ്ട്. ഇനി ഫ്രണ്ട് പോർഷനിൽ ഇത് ടെർമിനേറ്റ് ചെയ്യുന്ന ഭാഗമാണ് ആന്റീരിയർ സുപ്പീരിയർ ഇലിയാക് സ്പൈന്. അതുപോലെ തന്നെ ബാക്ക് സൈഡിൽ പോസ്റ്റീരിയർലി ഇത് എൻഡ് ചെയ്യുന്ന ഭാഗമാണ് പോസ്റ്റീരിയർ സുപ്പീരിയർ ഇലിയാക് സ്പൈന്. ഇനി ഈ ഒരു സ്പൈൻസിന് താഴെയായിട്ട് വേറെ രണ്ട് പ്രൊമിനൻസ് കൂടി നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതാണ് ആന്റീരിയർ ഇൻഫീരിയർ സ്പൈൻ ആൻഡ് പോസ്റ്റീരിയർ ഇൻഫീരിയർ സ്പൈൻ എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു രണ്ട് പോസ്റ്റീരിയർ സ്പൈൻസിന് ഇടയിലുള്ള സർഫസിലോട്ടാണ് നമ്മുടെ സേക്രത്തിന്റെ സർഫസ് വന്ന് ആർട്ടിക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ഓൾറെഡി മുകളിൽ പറഞ്ഞിട്ടുള്ള ആന്റീരിയർ ആൻഡ് പോസ്റ്റീരിയർ സുപ്പീരിയർ ഇലിയാക് സ്പൈൻ ഉണ്ട്. അതിന് തൊട്ട് താഴെയായിട്ട് വേറെ രണ്ട് പ്രൊമിനൻസ് കൂടി ഉണ്ട്. അതാണ് ആന്റീരിയർ ആൻഡ് പോസ്റ്റീരിയർ ഇൻഫീരിയർ സ്പൈൻസ്. അപ്പൊ ഈ രണ്ട് പോസ്റ്റീരിയർ സ്പൈൻസിന് ഇടയിലായിട്ടുള്ള സർഫസിലോട്ടാണ് നമ്മുടെ സേക്രം വന്ന് ആർട്ടിക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു ആർട്ടിക്കുലേഷന് തൊട്ട് താഴെയായിട്ടാണ് ഗ്രേറ്റർ സയാറ്റിക് നോച്ച് കാണപ്പെടുന്നത്. അത് ഇമ്പോർട്ടന്റ് ആണ്. ഈ പറഞ്ഞ ആർട്ടിക്കുലേഷന് തൊട്ട് താഴെയായിട്ടാണ് നമ്മുടെ ഗ്രേറ്റർ സയാറ്റിക് നോച്ചിന്റെ ആർട്ടിക്കുലേഷൻ അല്ലെങ്കിൽ ഗ്രേറ്റർ സയാറ്റിക് നോച്ച് കാണപ്പെടുന്നത്. അപ്പൊ ഇത്രയുമാണ് ഇലിയത്തിന്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. അടുത്തതാണ് പ്യൂബിസ് എന്ന് പറയുന്നത്. പ്യൂബിസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഫ്രണ്ട് പോർഷനിലാണ് പ്യൂബിസ് കാണപ്പെടുന്നത്. അപ്പം ഇതിനകത്ത് ഒരു ബോഡി ഉണ്ട്, അതുപോലെ തന്നെ രണ്ട് റാമി ഉണ്ട്. ഇതാണ് അതിന്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. ബോഡി എന്ന് പറയുന്നത് സ്ക്വയർ ഷേപ്പിലാണ് കാണപ്പെടുന്നത്. അതിനെ സറൗണ്ട് ചെയ്തുകൊണ്ട് പ്യൂബിസിന്റെ ക്രസ്റ്റും കാണപ്പെടുന്നുണ്ട്. അപ്പം ഈ പ്യൂബിക് ബോൺസ് നമ്മുടെ ഫ്രണ്ടിൽ യുണൈറ്റ് ചെയ്യുന്നത് സിംഫൈസിസ് പ്യൂബിസ് എന്ന് പറയുന്ന പോർഷനിലാണ്. അത്രയേ ഉള്ളൂ പ്യൂബിസിന്റെ കാര്യത്തിൽ പറയുന്നത്. ഒരു ബോഡി ഉണ്ട്, രണ്ട് റാമി ഉണ്ട്. ബോഡി സ്ക്വയർ ഷേപ്പിലാണ്, അതുപോലെ തന്നെ അതിനെ സറൗണ്ട് ചെയ്തുകൊണ്ട് പ്യൂബിസിന്റെ ക്രസ്റ്റ് കാണാം. പ്യൂബിക് ബോൺസ് ഫ്രണ്ടിൽ യുണൈറ്റ് ചെയ്യുന്നത് സിംഫൈസിസ് പ്യൂബിസിലാണ്.
നെക്സ്റ്റ് പോർഷൻ ആണ് നമ്മുടെ ഇഷ്യം എന്ന് പറയുന്നത്. മൂന്നാമത്തെ ബോൺ ആണ് ഇഷ്യം എന്ന് പറയുന്നത്. ബാക്ക് സൈഡിലായിട്ടാണ് കാണപ്പെടുന്നത്. നമ്മുടെ ഈ 3 ബോൺസിലും ഏറ്റവും തിക്ക് ആയിട്ടുള്ളതും ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ളതും നമ്മുടെ ഒരു ഇഷ്യമാണ്. അപ്പം ഇഷ്യൽ ട്യൂബറോസിറ്റി എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. അത് നമ്മുടെ ഇതിന്റെ ഒരു ലോവസ്റ്റ് പോയിന്റിലായിട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. നമ്മൾ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ ട്രങ്ക് റെസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ ഈ ഒരു ഇഷ്യൽ ട്യൂബറോസിറ്റിയിലാണ്. അതൊന്ന് ഓർത്ത് വെച്ചിരിക്കാം. ബോണിൽ തന്നെ നമ്മുടെ 3 ബോൺസിലും ഏറ്റവും തിക്കും സ്ട്രോങ് ആയിട്ടുള്ളത് ഇഷ്യമാണ്. അതിനകത്ത് കാണപ്പെടുന്ന ഒരു സ്ട്രക്ചർ ആണ് ഇഷ്യൽ ട്യൂബറോസിറ്റി. നമ്മൾ നോർമലി ഇരിക്കുന്ന സമയത്ത് നമ്മുടെ ട്രങ്ക് റെസ്റ്റ് ചെയ്യുന്നത് ഈ ഒരു ഇഷ്യൽ ട്യൂബറോസിറ്റിയിലാണ്. ഇനി അത് കൂടാതെ തന്നെ ഒരു പോയിന്റഡ് ആയിട്ടുള്ള എമിനൻസ് കാണാം. അതിനെ നമ്മൾ സ്പൈൻ ഓഫ് ഇഷ്യം എന്നാണ് പറയുന്നത്. ഇത് നമ്മുടെ ഇഷ്യത്തിന്റെ ബാക്ക് സൈഡിൽ നിന്ന് എറൈസ് ചെയ്തിട്ട് നമ്മുടെ സയാറ്റിക് നോച്ച് പറഞ്ഞല്ലോ, നമ്മള് ഇലിയത്തിനകത്ത് സയാറ്റിക് നോച്ച് പറഞ്ഞു, അതിന്റെ ഭാഗം വരെയാണ് ഈ ഒരു എമിനൻസ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. തുടങ്ങുന്നത് നമ്മുടെ ഈ ഒരു ബോണിന്റെ ബാക്കിൽ നിന്നാണ്. അതുപോലെ തന്നെ സയാറ്റിക് നോച്ചിന്റെ ലോവസ്റ്റ് പാർട്ട് വരെ ഈ ഒരു സ്പൈൻ നമുക്ക് കാണാം. അതിനെയാണ് സ്പൈൻ ഓഫ് ഇഷ്യം എന്ന് പറയുന്നത്. ഇതാണ് ഈ ഒരു 3 ബോൺസിനെ കുറിച്ചുള്ള സ്ട്രക്ചർ നമ്മൾ പറയുന്നത്. ഇനി ഇതിന് ശേഷം ഈ ഒരു പിക്ചർ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. ഇതിൽ ഏറ്റവും മുകളിലായിട്ട് നമുക്ക് ഇലിയം കാണാം. അപ്പർ പോർഷനിൽ നമുക്കുള്ളത് ഇലിയമാണ്. ഇലിയത്തിനകത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ റൈറ്റ് സൈഡിൽ ഇലിയാക് ക്രസ്റ്റ് കാണാം. അതുപോലെ തന്നെ ആന്റീരിയർ സുപ്പീരിയർ ഇലിയാക് സ്പൈനും ആന്റീരിയർ ഇൻഫീരിയർ ഇലിയാക് സ്പൈനും റൈറ്റ് സൈഡിൽ കാണാം. ഇനി ലെഫ്റ്റ് സൈഡിലേക്ക് വരുവാണെങ്കിൽ പോസ്റ്റീരിയർ സുപ്പീരിയർ ഇലിയാക് സ്പൈനും പോസ്റ്റീരിയർ ഇൻഫീരിയർ ഇലിയാക് സ്പൈനും കാണാം. ആ പോസ്റ്റീരിയർ സ്പൈൻസിന് തൊട്ട് താഴെയായിട്ട് നോക്കിക്കേ ഗ്രേറ്റർ സയാറ്റിക് നോച്ചും അവിടെ തന്നെ ഉണ്ട്. ഓക്കെ, അത് ഇത്രയാണ് ഇലിയത്തിന്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ ഇഷ്യത്തിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ബാക്ക് സൈഡിൽ ഉള്ളതാണ് ഇഷ്യം എന്ന് പറയുമ്പോൾ ഇഷ്യത്തിന്റെ ബോഡി അവിടെ കാണിച്ചിട്ടുണ്ട്. അതിന് തൊട്ട് താഴെയായിട്ട് നമ്മുടെ ഗ്രേറ്റർ സയാറ്റിക് നോച്ചിന്റെ താഴെ വരെയുള്ള ഭാഗത്ത് നമ്മുടെ ഇഷ്യൽ സ്പൈന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പിന്നെ നമ്മൾ പറഞ്ഞു, നമ്മൾ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ ട്രങ്ക് റെസ്റ്റ് ചെയ്യുന്ന റീജിയൻ ആണ് ഇഷ്യൽ ട്യൂബറോസിറ്റി എന്ന് പറയുന്നത്. അതാണ് ആ താഴെ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇഷ്യത്തിന്റെ റാമസും അവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി റൈറ്റ് സൈഡിൽ പിന്നെ കാണുന്നതാണ് നമ്മുടെ പ്യൂബിസ് എന്ന് പറയുന്നത്. ഫ്രണ്ട് പോർഷനിലാണ് പ്യൂബിസ് കാണപ്പെടുന്നത്. അപ്പം പ്യൂബിസിന്റെ ബോഡി അവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ റാമസും കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് മൂന്നും അല്ലാതെ 2 സ്ട്രക്ചർ കൂടി ഈ ഒരു പിക്ചറിനകത്തുണ്ട്. അത് നമ്മൾ അടുത്ത പഠിക്കാൻ പോകുന്ന ഭാഗമാണ് അസെറ്റബുലവും ഒബ്റ്റുറേറ്റർ ഫൊറാമനും. ഓക്കെ, അത് നമുക്കൊന്ന് നോക്കിയിട്ട് ഈ പിക്ചർ ഒന്നുകൂടെ നോക്കാം.